18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കേരള അടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങളിൽ പൂർത്തിയായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വിധിക്കായി കാത്തിരിക്കുകയാണ് മൂന്ന് മുന്നണികളും. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കയുണ്ടെങ്കിലും LDFനും UDFനും BJPക്കും വലിയ പ്രതീക്ഷ നൽകുന്ന വിവിധ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. UDFന് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 100% വിജയസാധ്യത പറയുന്നത് വയനാടും മലപ്പുറവും പൊന്നാനിയും എറണാകുളവുമാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും കൊല്ലത്ത് MK പ്രേമചന്ദ്രനും മാവേലിക്കരയിൽ കൊടികുന്നിൽ സുരേഷിനും വലിയ വിജയസാധ്യത ഉണ്ടെന്നാണ് UDFന്റെ അവകാശവാദം. മാത്രമല്ല കേരളത്തിലുള്ള 20 ലോക്സഭാ സീറ്റിൽ 10 മുതൽ 15 വരെ സീറ്റ് നേടാനാകുമെന്ന പ്രതീക്ഷയും UDFനുണ്ട്. എന്നാൽ ഇടതു മുന്നണി കണക്ക് കൂട്ടുന്നത് 6 മുതൽ 10 വരെ സീറ്റ് നേടുമെന്ന പ്രതീക്ഷയിലാണ്. കണ്ണൂരും തൃശ്ശൂരും ആലപ്പുഴ ചാലക്കുടി എന്നീ സീറ്റുകളാണ് LDFന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. തിരുവനന്തപുരം തൃശ്ശൂരും ആറ്റിങ്ങൽ ആലപ്പുഴ വടകര എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏത് മുന്നണി പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ പരസ്പര അവകാശവാദവുമായി മൂന്ന് മുന്നണികളും രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് എന്നിങ്ങനെ 5 A ക്ലാസ് മണ്ഡലങ്ങളുണ്ടെങ്കിലും തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. IB റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം തൃശ്ശൂരും BJP നേടുമെന്ന നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളതും. സിഡോസ് കോഴിക്കോട്.